നമ്മളിനി ഫ്രണ്ടിൽ പ്ലീറ്റ് തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് കനത്തിനാണ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. പ്ലീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിബിന് അഭിമുഖമായിട്ട് വേണം വയ്ക്കാൻ. നമ്മൾ തച്ച് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ് നമ്മുടെ പോക്കറ്റ് വെച്ചിട്ടുള്ളത് ഇതാ ഇവിടം തൊട്ട് ഇങ്ങനെ അടിച്ച് പ്ലീറ്റ് കൂടെ അടിച്ച് ഇതിലേക്ക് കൂടെ വരിക. തയ്ക്കുന്നതിന് മുമ്പ് സിബ് തുറന്നിടുക. കാര്യം തച്ചിട്ട് സിബ് തുറക്കാൻ പറ്റില്ല. അപ്പം തയ്ച്ച് വരിക, ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഫുള്ള് തച്ചിറക്കുക. അതിന് ശേഷം ഈ തുണിയുടെ കറക്റ്റ് വെച്ച് സിബ്ബം കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് പിടിച്ചങ്ങ് തിരിച്ച് വയ്ക്കണം. മനസ്സിലായില്ലേ? ഇത് പിടിച്ച് ഇങ്ങനെ തിരിച്ചങ്ങ് വയ്ക്കണം. തിരിച്ച് വച്ചിട്ട് വേണം ഈ പ്ലേറ്റിൽ കൂടെ ഇങ്ങനെ തച്ച് നമ്മുടെ ഇവിടെ നമുക്ക് ഈ സൈഡിൽ പോക്കറ്റ് ചെയ്യുന്ന ഇവിടം വരെയാണ്. അപ്പോൾ ഇവിടം വരെ തച്ച് അവസാനിപ്പിക്കണം. നമ്മൾ പ്ലേറ്റ് തയ്ക്കുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു 3 ഇഞ്ച്, നമ്മൾ 2 പ്ലേറ്റാണ് എടുക്കുന്നത്, 2 പ്ലേറ്റും അതുപോലെ തന്നെയാണ് 3 ഇഞ്ച് താഴ്ത്തി തയ്ക്കുക. ഇങ്ങനെ വന്ന് തയ്ക്കുക. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്ന് തയ്ച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ നമുക്കിനി ഈ ഭാഗം തച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അളവിന് വെച്ച് ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. സിബും ഈ ബാക്കിയുള്ള തുണിയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടുത്തെ മുകളിലോട്ടുള്ള സിബ് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ വന്ന് ഈ സിബും കട്ട് ചെയ്ത് മാറ്റി ഈ തയ്യൽ ഇവിടം വരെ വന്നു, തിരിച്ചു പോയി ഇവിടെ വന്ന് നിർത്തി. അടുത്തതായിട്ട് നമുക്ക് ഈ സിബ് ജോയിൻ ചെയ്തതിൻ്റെ എൻഡിലൂടെ ഇങ്ങനെ അടിച്ച് ഇവിടെ വന്ന് മുകളിലോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരു ത്രികോണം പോലെ അടിച്ചു നിർത്തണം. ഇനി നമ്മൾ സിബ് മുകളിലോട്ടാക്കിയിട്ട് വേണം കറക്കി തച്ചെടുക്കാൻ. ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സിബ് മുകളിലോട്ട് വയ്ക്കാം. ബാക്ക് പാർട്ടിൽ 2 സൈഡിലും ഓരോ ഡോട്ടുണ്ട്, അതിങ്ങനെ എടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് ക്രോച്ചാണ്. ബാക്കിലെ ക്രോച്ച്. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് ക്രോച്ചിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ നിർത്തണം. ബാക്കിലെ ക്രോച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തുമ്പ് 2 സൈഡിനോട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.